എങ്ങനെ ഇമോഷണലി ഭയങ്കര കണക്ട് ആവുന്ന ഒരു പടമാണ്. ലവ് സ്റ്റോറി കാര്യങ്ങളൊക്കെ ഇമോഷണലി നല്ല സൂപ്പർ. ഇന്ദ്രൻ ചേട്ടന്റെ അഭിനയൊക്കെ എങ്ങനെയുണ്ട്? ഇന്ദ്രൻ ചേട്ടന്റെ അഭിനയം നല്ല സൂപ്പർ കലക്കി. ഇമോഷണലി കരയാനൊക്കെ ഉണ്ടോ? ഉണ്ട്. തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക. നല്ല ഫീലാണ്. ഇന്ദ്രൻ ചേട്ടനാണെങ്കിലും അതുപോലെ ചേച്ചിയാണെങ്കിലും അടിപൊളിയായിട്ടുണ്ട്. ഒരു മലയാളത്തിന്റെ 96 ഉറപ്പായിട്ടും 96 എന്ന് പറഞ്ഞാൽ അത് ആ ഒരു ഫീല് 80s 90s എന്തായാലും വർക്കാവും പടം. അടിപൊളി കേട്ടോ. താങ്ക് യു. പടം നല്ല പടം നല്ലൊരു ഫീൽ. എങ്ങനെയുള്ള സിനിമ? ലവ് സ്റ്റോറി ആണോ? ചെറിയൊരു ലവ് സ്റ്റോറി പരിപാടികളൊക്കെ ഉണ്ട്. അവസാനം നമുക്ക് അത്യാവശ്യം ഇമോഷണൽ ടച്ച് ചെയ്യുന്ന ഒരു പരിപാടിയാണ് സിനിമ കൊണ്ടുവന്നേക്കുന്നത്. നല്ലൊരു പടമാണ്. കണക്ട് നല്ലൊരു അടിപൊളിയായിട്ടാണ്. രണ്ടുപേരും നല്ല രസമുണ്ട്. നല്ലൊരു പരിപാടിയാണ്. ഈ വാരണാസിയുടെ ഫ്രെയിംസ് ഒക്കെ എങ്ങനെയുണ്ട്? എല്ലാം നല്ല രസമായിട്ടുള്ള പരിപാടിയാണ്. എല്ലാവർക്കും കാണാത്തവർക്കും വാരണാസി കാണാൻ പറ്റും. നല്ല മൂവിയായിരുന്നു. ഒരു മലയാളത്തിന്റെ 96 അങ്ങനെ ഒരു പോയം, ഒരു കവിത പോലത്തെ ഒരു പടമായിരുന്നു. നല്ല പടം. അതെ, കാണാനും വിഷ്വലി ഭയങ്കര. വാരണാസിയൊക്കെ ഭയങ്കര ഭംഗിയായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. നമുക്ക് വാരണാസി പോകാൻ തോന്നും. കമ്പയർ ചെയ്യാൻ പറ്റില്ല. നമുക്ക് പുതിയൊരു തീമാണ്. പടം നല്ല പടമാടാ. അടിപൊളി പടം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഒതുങ്ങിയിരുന്ന് കാണണം. പടം ക്ലൈമാക്സ് സത്യം പറഞ്ഞാൽ വമ്പൻ ട്വിസ്റ്റായി പോയി. ഒരു രക്ഷയില്ല. കരഞ്ഞ് പണ്ടാരടങ്ങിപ്പോയി സത്യം പറഞ്ഞാൽ. ഞാൻ ആ സ്ഥലത്ത് ഞാൻ പോയതാണ്. പക്ഷേ അവിടെ ആ പ്ലേസ് തന്നെയായിരുന്നു അവർ ഷൂട്ട് ചെയ്യാനും ഉപയോഗിച്ചിരുന്നത്. എന്ന് വെച്ചാൽ പെർഫോമൻസ് കൊണ്ട് ഒരു രക്ഷയില്ല രണ്ടാളും. ഇന്ദ്രൻ അത്രയേ ഉള്ളൂ. നമ്മൾ ആദ്യമൊക്കെ പടം സ്ലോവിലാണ് പോയത്. ഫസ്റ്റ് മൂവിയിട്ടൊന്നും പറയാനില്ല. അടിപൊളിയായിട്ട് ഞാൻ ഇത്ര ഒന്നും പ്രതീക്ഷിച്ചില്ല. ഞാൻ അവിടുത്തെ ഒരു സാധാ ഒരു മൂവി ആയിരിക്കും. പക്ഷെ കിഡിലൊരു നല്ലൊരു ലവ് സ്റ്റോറി ആയിട്ട് അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. ഇന്ദ്രൻ ആയിട്ട് അടിപൊളി. അതുപോലെ എന്നും പറയാനില്ല, നല്ലൊരു ഫീൽ ഗുഡ് മൂവി കാണുന്ന ഒരു മൂവി. ഒരു കാരണവശാലും മിസ്സാക്കരുത്. നിങ്ങൾ പടത്തിൻ്റെ ഒരു പ്രൊമോഷൻ അതൊന്നും നോക്കരുത്. ധൈര്യമായിട്ട് കണ്ടോ കേട്ടോ.